ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കടലക്കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ റെസ്റ്റോറൻറ്റിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു കടലക്കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുവരെ കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനും ഇതുവരെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ഇതുപോലെ ഇത്രയും ടേസ്റ്റി ആയിട്ട് കിട്ടിയത് ഈ ഒരു കടലക്കറി ചെയ്തപ്പോഴാണ്. ഇതിലേക്ക് നമ്മൾ മസാല വഴറ്റിയിട്ടൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ കടലയുടെ കൂടെ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് എല്ലാം ഇട്ട് വേവിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 250 കപ്പിൽ 1 കപ്പ് കടല രാത്രി കുതിർത്ത് വെച്ചിട്ട് ഇപ്പോൾ രാവിലെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു മീഡിയം സൈസ് കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞതും അതേപോലെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതേപോലെ കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് സവോള ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ഇതേ കടലയുടെ കൂടെ ഇട്ടിട്ട് വേവിക്കലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആദ്യം തക്കാളിയും അതേപോലെ സവോളയും പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്നില്ല. പച്ചമുളക് ഇടാണ്ട് തന്നെ ഒട്ടും എരിവിനൊന്നും കുറവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. കറിവേപ്പില വേണമെന്നുണ്ടെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ലാസ്റ്റാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇതൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രമായിട്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നല്ല പാകത്തിന് വേഗത്തിൽ കടല വെന്ത് കിട്ടും. കുറേ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലാക്കി എടുത്തിട്ട് ബാക്കി ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ സാധാരണ വേവിക്കാറ് അതേപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടിയിട്ട് മറക്കരുത്. ഇപ്പോൾ ഇതേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാം തക്കാളിയും അതേപോലെ നമ്മുടെ കടലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് കുറേ തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഏകദേശം പകുതിയോളം ഞാൻ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങയായിരിക്കും. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും അതേപോലെ 1.5 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. മറ്റേത് ടീസ്പൂണും മല്ലിപ്പൊടി സ്പൂണുമാണ് കേട്ടോ. 1.5 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ചായിട്ട് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. നിങ്ങൾ പച്ചമുളക് ഇടുന്നുണ്ടെങ്കിൽ കാശ്മീരി ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നൈസായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൊടികളും തേങ്ങയും കൂടിയിട്ട് നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലയുടെ അത് ഞാനിപ്പോൾ 1 സ്പൂൺ 1.5 സ്പൂണോളം വലിയ സ്പൂണിൽ 1.5 സ്പൂണോളം ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് നല്ലപോലെ അരച്ചെടുക്കലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കടലക്കറിക്ക് നല്ല ടേസ്റ്റും കളർ തന്നെ കണ്ടില്ല നല്ല ഗോൾഡൻ കളറാണ് കേട്ടോ നമ്മുടെ കറി. അപ്പോൾ ഇതേപോലെ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പത്ത്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കലാണ്. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇടുന്നില്ല. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല ഉള്ളി തക്കാളി സവോളയൊക്കെ ചേർത്ത് കൊടുക്കലാണ്. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ട് പതിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് പതിപ്പിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കടലക്കറി കേട്ടോ. കാണാനാണെങ്കിലും അടിപൊളിയാണ്, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയുടെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മറക്കാതെ അതും കൂടി എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ഒരുപാട് നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഇനിയും ഒരുപാട് നല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്, അസ്സലാമു അലൈക്കും.